രാത്രിയുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇന്ന് നമ്മൾ പുഴുങ്ങലരി പൊടിച്ചിനു കേട്ടോ. റേഷൻ കടയിലത്തെ പുഴുങ്ങലരിയില്ലേ, അത് പൊടിച്ചിനു. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ആക്കി വെക്കൽ. ഇതിപ്പോൾ 6 കിലോ അരി പൊടിച്ചിനു. അപ്പോൾ ഇത് ഒരാഴ്ച വരെ നമുക്ക് ഇത് കേടുകൂടാണ്ട് വെക്കട്ടെ. ഇതേപോലെ തന്നെ വെക്കുകയെന്ന് വെച്ചാൽ ഇത് പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്നതാണ്. പിന്നെ ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നത് വറക്കണോ അതുപോലെ തന്നെ ഉണക്കണോ എന്നൊക്കെ. അപ്പോൾ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ പൊടിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ നമ്മളിത് പച്ചരിയും അതുപോലെ തന്നെ പുഴുങ്ങലരിയും വെച്ചിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചെടുത്തത്. ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കാണുന്നവർ പോയി കണ്ടു നോക്ക്. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കട്ടോ. പിന്നെ നിങ്ങൾ പത്തിരി ചുടുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. ചൂടുവെള്ളം വേണമെന്നില്ല. ഇത് വൈകുന്നേരം ഗരം മസാല പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞിന്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്താൽ ഞാൻ ഇതിൽ കൊടുക്കട്ടോ നമ്പർ. അപ്പോൾ ഏത് കറിയിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഏത് ബിരിയാണിയിലും ആയാലും അതുപോലെ തന്നെ മസാല കറിയിലായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗരം മസാല പൊടിയാണ്. പിന്നെ നമ്മൾ പത്തിരിക്കല്ല് വെച്ചിട്ടുണ്ട്. ഈ ഒരു പത്തിരിക്കല്ലുമല്ല എന്നിട്ട് ഞാൻ അധികവും പത്തിരി ചുടൽ. ഇതുപോലത്തെ ഒരു കല്ല് വാങ്ങി വെക്കാൻ വെച്ചാൽ സുഖമാണ് കേട്ടോ ഈ ഒരു പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്ത്, ഞാൻ വെളിച്ചെണ്ണ ആണ് കേട്ടോ അധികം ഉപയോഗിക്കൽ. അപ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് പരത്തിയെടുത്തതാണ്. പിന്നെ കൈ വെച്ചിട്ട് പരത്താൻ കഴിയാത്തവർക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവർ അധികം ഉപയോഗിക്കാത്ത നല്ലത്. വാഴയിലല്ലേ അതിൽ അമർത്തിയിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതാ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഈ ഒരു പത്തിരി പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാണ്ട് വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ പത്തിരി ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ. നമ്മൾ അധികവും ഇവിടെ അങ്ങനെയാണ് ഉണ്ടാവല്. പിന്നെ ഇത് രാത്രിയാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. രാത്രിയത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉച്ചക്കത്തെ മത്തി മുളക് ഇട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ കൂട്ടും കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ടില്ല കേട്ടോ, ഒരു പകുതി ഭാഗം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇവിടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെയാണ് കിട്ടിയത്. ഇതിൽ ഉറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ പൊടിക്കനുസരിച്ചാണ് വെള്ളം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ എടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കാം. വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. മാവ് ഇവിടെ ഞാൻ നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്കങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഒരു 6 കാശ്മീരി മുളക് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാ ചുവന്ന മുളകില്ല പൊടിമുളക്, അത് ഇട്ട് കൊടുത്താൽ മതി. അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നല്ലോണം തന്നെ. അപ്പോൾ ഇതിന് എരിവ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഞാൻ സാദാ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഴച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ പെരക്കി വെച്ച ആ ഒരു ചിക്കൻ ഇല്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം മതിയാവേ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടോ കേട്ടോ. മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ്റെ അളവിലാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഒരു വലിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. പച്ചമുളക് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഈ ഒരു ഉള്ളിൻ്റെ കളറൊന്ന് മാറി വരണേ. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 3 തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്, അത്യാവശ്യം പുളിയുള്ള. അപ്പോൾ ഇതാ നല്ലോണം തന്നെ വഴറ്റിയിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരണേ.
തക്കാളി നല്ലോണം തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല പൊടി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഇതേപോലത്തെ എല്ലാ മസാല കറികൾക്കും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത്. കല്യാണ വീടുകളിലൊക്കെ പൊടിച്ചു കൊടുക്കുന്ന ഗരം മസാല പൊടിയാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കട്ടോ. ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇനി ഞാൻ ഈ ഒരു പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ച് വെച്ച ഈ ഒരു കൂട്ടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഒരു ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം വെള്ളം പോലെയുള്ള കറിയല്ല കേട്ടത്. കുറച്ചൊരു ഗ്രേവി ക്രീമി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ നുള്ള് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. കസൂരി മേത്തി എന്തായാലും ഇതിൽ ചേർക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കൊടുക്കുക. 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറി നല്ലോണം തിളച്ച് വേവണം കേട്ടോ. അതിന് ശേഷമാണ് ഫ്രഷ് ക്രീം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു ഡോ എടുത്തിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം. കൈനടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടിയാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഓരോന്നും പരത്തി കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ വലിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്യുന്നത്. അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഓരോ ബോൾസും ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയിട്ടൊന്ന് വീശിയെടുക്കുന്നുണ്ട്. അപ്പോൾ പൊറാട്ട അറിയാത്തവർക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. ഇതേപോലെ നല്ലോണം തന്നെ പരത്തി കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും നല്ലോണം തന്നെ പരത്തിട്ടോ. എന്നതിന് ശേഷം ഇത് മടക്കി എടുത്താൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് അത് 2-3 ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ പൊറാട്ടൊക്കെ വീശുന്നില്ല അതുപോലെ തന്നെ വീശിയെടുക്കാം. ഇതുപോലെ നല്ല തിന്നാക്കി പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വീശി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ പൊറാട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് പൊറാട്ട നമ്മൾ കസൂരി മേത്തി ചേർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് വീശി അടിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ പരത്തിയിട്ട്. മുഴുവനായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 3 മടക്ക് പത്തിരിയാക്കി ബാക്കിയുള്ള പൊറാട്ടയാക്കി കേട്ടോ. പൊറാട്ടക്കും ആക്കി ഇനി ഞാൻ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പരത്തിയിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് പൊറാട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി കറിയും അതുപോലെ തന്നെ പൊറാട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയും കാണാം.